പ്രഗ്നൻസിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ആൽക്കഹോൾ. ഒരു കാരണവശാലും എടുക്കേണ്ട കാര്യം, അത് ബർത്ത് ഡിഫക്ട്സ്, കുട്ടികളുടെ ഡിഫക്ട്സ് ഉണ്ടാക്കും. അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും സ്മോക്കിംഗ് ചെയ്യരുത്. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അബോർഷൻസിനുള്ള സാധ്യതയുണ്ട്, നേരത്തെ ഡെലിവറി ആവാൻ സാധ്യതയുണ്ട്, കുഞ്ഞിന് വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ലിമിറ്റ് കഫീൻ അടങ്ങിയ, അതായത് നമ്മൾ കോഫി ഇൻടേക്ക് മാക്സിമം പോയ ഒരു കോഫി, അത് പറയപ്പെടുന്ന 200 മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു ഡേയിൽ പാടില്ല എന്നാണ്. ഒരു കാരണവശാലും മിൽക്കൊക്കെ പാസ്ചറൈസ് ചെയ്യാത്ത, അതായത് അത് പ്യൂരിഫൈ ചെയ്യാത്ത മിൽക്ക് കഴിക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ നിന്ന് പശുവിനെ കറന്ന് കഴിക്കുമെന്ന് വെച്ചോ, പക്ഷേ അത് കറക്കുന്ന രീതിയും അത് ഉപയോഗിക്കുന്ന പാത്രവും ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് പാസ്ചറൈസ് ചെയ്ത മിൽക്കാണ് കൂടുതലും നല്ലത്. മറ്റേത് നല്ല ചൂടാക്കിയൊക്കെ കൊഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ചില മീനുകളിൽ മെർക്കുറി കണ്ടൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഷാർക്ക് എന്ന് പറഞ്ഞ മീൻ, പിന്നെ ഈ കൊമ്പുള്ള, നീളത്തിലൊരു കൊമ്പുള്ള ഒരു ടൈപ്പ് സോട്ട് ഫിഷ് എന്ന് പറയും. ഇങ്ങനെയുള്ള മീനുകൾ ശ്രദ്ധിക്കണം, അതിനകത്ത് മെർക്കുറി കണ്ടൻ്റ് ഉണ്ട്. ആ മെർക്കുറി കണ്ടൻറ്റ് നിങ്ങൾ ചില ഡിഫക്ട്സുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിയുന്നതും ജങ്ക് ഫുഡ്, പ്രോസസ്സ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഫുഡ്സ് ഉണ്ട്, അത് എടുത്ത് ചൂടാക്കി കഴിക്കുന്ന പരിപാടി ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് വെയിറ്റ് ഗെയിനും ഉണ്ടാക്കും, മറ്റു പല പ്രോബ്ലംസും ഉണ്ടാക്കും. പിന്നെ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള കുളി ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയപ്പെടുന്നത്, നിങ്ങൾ കിടക്കുമ്പോൾ നേരെ, സാറിന് കിടക്കുന്ന പോലെ നേരെ കിടന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കംപ്രഷൻ, കുട്ടിയുടെ വെയിറ്റ് കൊണ്ട് നമ്മുടെ താഴേക്കുള്ള ഞരമ്പുകൾ, അതായത് അയോട്ട, IVC എന്നൊക്കെ പറഞ്ഞ ഞരമ്പുകൾ കംപ്രഷൻ വരികയും അത് ഒരു പക്ഷേ ബ്ലഡ് സപ്ലൈക്കൊക്കെ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റേതായ സയൻറ്റിഫിക് റീസൺസും ഉണ്ട്. പിന്നെ ഒരു കാരണവശാലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു മരുന്നും സ്വന്തമായിട്ട് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കാൻ പാടില്ല. അത് എത്രമാത്രം കുട്ടിയെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ സ്കിന്നിൽ, സ്കിന്നാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഓർഗൻ. ഇതിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് അബ്സോർബ് ചെയ്ത് ചിലപ്പോൾ അത് സിസ്റ്റത്തിലേക്ക് വന്ന് കുട്ടിയെ ബാധിക്കും. ചില അൺയൂഷ്വൽ സിംറ്റംസ് ഈ സമയത്ത് വരാം. ഫോർ എക്സാമ്പിൾ, നല്ല സിവിയർ ആയിട്ടുള്ള തലവേദന, ചിലപ്പം ബ്ലീഡിങ്, ചിലപ്പം കുട്ടിയുടെ പിന്നെ മൂവ്മെൻറ്റ് കുറയും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അൺയൂഷ്വലായിട്ട് നമുക്ക് തോന്നുന്നെങ്കിൽ, നല്ല തലവേദന കുറേ നേരം നിൽക്കുക, വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ ഡോക്ടറെ അടുത്ത് പോകണം. അതിൻ്റെ റീസൺ മറ്റെന്തെങ്കിലും ആണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഒരുപാട് നേരം കണ്ടിന്യൂസ് നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഫുട്ടിൽ ഒക്കെ സ്വെല്ലിങ് വരാനും വെരിക്കോസിനുള്ള സാധ്യതയും കൂടുതലാണ്. അഗെയിൻ, ഡോണ്ട് ടേക്ക് ടു മച്ച് ഓഫ് സ്ട്രെസ്. അത് വീട്ടിലെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ നിന്ന് മാറി കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാൽ ദാറ്റ് ഓൾസോ ഹെൽപ്സ്. ഇതൊക്കെ ചെയ്യാതെ ഇരുന്നാൽ അത് നമ്മുടെ പ്രഗ്നൻസിക്ക് വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു കുട്ടിയെ കിട്ടുകയും ചെയ്യും.